ഒരു പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് അടുത്തത് എന്ന രീതിയിൽ കൃത്യമായി ഒരു ചങ്ങല പോലെ പരസ്പരം കണ്ണിതീർത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ കേരളീയ പൊതുസമൂഹത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ആശയപരമായി കേരളത്തോട് നിരന്തരമായി സംവദിച്ചുകൊണ്ടുമാണ് മുജാഹിദ് പ്രസ്ഥാനവും അതിന്റെ പോഷക സംഘടനകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കാണുകയും ആ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി രാജ്യത്തിന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അടുക്കും ചിട്ടയോടുകൂടെയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഓരോ മലയാളിയുടെയും കണ്ണിന്റെ മുമ്പിലും കാതിന്റെ ഉള്ളിലും എത്താനാകുന്ന വിധം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ വ്യാപ്തിയുള്ളതാക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനോടും സംസാരിക്കാനുണ്ട് എന്നതാണ്. അയാൾ ആരുമാകട്ടെ, മലയാളിയായി നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്നവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ കാഴ്ചപ്പാടുകളോ വീക്ഷണങ്ങളോ വിശ്വാസങ്ങളോ പരിഗണിക്കാതെ ഒരു മലയാളി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സംവദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അവരോടൊപ്പം ഒരല്പ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അങ്ങാടികളും കവലകളും ഇതുപോലെയുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞ പട്ടണത്തിന്റെ കേന്ദ്രങ്ങളുമൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നത് വരാൻ പോകുന്ന ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ, പൊതു തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് നിർത്താനുള്ള ഒരു സ്ഥാനാർത്ഥിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടല്ല. നമുക്ക് ആരോടും വോട്ട് ചോദിക്കാനുമില്ല. അങ്ങാടികളിൽ വന്ന് നമ്മളൊരു സ്റ്റേജ് കെട്ടി ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഇവിടെയുള്ള ആളുകളെ മുഴുവൻ ആസ്വദിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലെ നൃത്ത കലാ പരിപാടികളൊന്നും ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല, ഇനി ഇവിടെ അവതരിപ്പിക്കാനുമില്ല. മുജാഹിദ് പ്രസ്ഥാനം വളരെ ഗൗരവത്തോടുകൂടെയാണ് ആളുകളോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം അടിസ്ഥാനപരമായ ചില വിഷയങ്ങളെ കുറിച്ചാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. മർമ്മപ്രധാനമായ ചില വസ്തുതകളെ സംബന്ധിച്ചാണ് നമുക്ക് ജനങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ശ്രേഷ്ഠ സമൂഹം, ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്നൊരു ബാനർ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ സംസാരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ്. എന്താണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, എന്തെല്ലാം കാഴ്ചകളാണ് നമ്മുടെ പരിസരങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതമെന്ന് പറയുന്നതാണ് ഈ രാജ്യത്തെ, ലോകത്തെ ഏറ്റവും വലിയ അപകടം എന്ന് വരുത്തി തീർക്കാനുള്ള മുന്നണികൾ. മതവിരോധം വെച്ചു പുലർത്തുന്നവരൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് കൈകോർത്ത് നിന്ന് മതത്തെ അടിക്കുന്ന കാഴ്ച കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മതമില്ലാതായി തീർന്നാൽ ആത്മീയത പാടെ ഈ ലോകത്ത് നിന്ന് വേരോടുകൂടെ പിഴുതെറിയപ്പെട്ടാൽ
മനുഷ്യരൊക്കെ നന്നാകും. എല്ലാ മനുഷ്യർക്കും മനുഷ്യത്വം ഉണ്ടാകും. മനുഷ്യർക്ക് സംസ്കാരങ്ങൾ ഉണ്ടാകുന്നതും മനുഷ്യർക്ക് മൂല്യങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ മതവിശ്വാസത്തിൽ നിന്ന് മനുഷ്യരെ എടുക്കുമ്പോഴാണ് എന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ പ്രചാരണങ്ങൾ നടക്കുന്നത്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിലും നേരത്തെ നടന്ന സംസാരങ്ങളിലുമൊക്കെ നമ്മുടെ ക്യാമ്പസുകൾക്കകത്തുള്ള മതനിരാസ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. 15 വയസ്സിലും 16 വയസ്സിലും 18 വയസ്സിലും ടീനേജിലും 21-ലും 25-ലും 30 വയസ്സിന്റെ ഉള്ളിലുള്ള പൊട്ടിത്തെറിക്കുന്ന പ്രായങ്ങളിൽ നമുക്കും തോന്നിയിട്ടുണ്ട് പലതും. പല വിപ്ലവങ്ങളുടെയും പല പോരാട്ടങ്ങളുടെയും പല സമരങ്ങളുടെയും എടുത്തുചാട്ടങ്ങളുടെയും കയ്യേറ്റങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ മുമ്പിൽ 15-നും 30-നും ഇടയിലുള്ള പ്രായത്തിൽ പങ്കാളികളായവർ എന്റെ ശബ്ദത്തിന്റെ പരിധിയിലുണ്ട്. 30 വയസ്സ് കഴിയുമ്പോ, 35 വയസ്സ് കഴിയുമ്പോ, 40 വയസ്സ് കഴിയുമ്പോ 25-ാമത്തെ വയസ്സ് അപക്വമായ പ്രവർത്തനങ്ങളായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാകും ആളുകൾക്ക്. 20-ാമത്തെ വയസ്സിൽ ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, എന്റെ അടുത്ത് പറ്റിയ തെറ്റായിരുന്നു എന്ന തിരുത്തലുകൾ മനസ്സിനകത്തെങ്കിലും ആളുകൾക്ക് ഉണ്ടാകും. 15 വയസ്സ് മുതൽ ഇങ്ങോട്ട് 30 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് ആ പ്രായത്തിലുള്ള ആളുകൾ പൊട്ടിത്തെറിയുടെ പ്രായമാണ് അവർക്കുള്ളത്. ആ പ്രായത്തിലുള്ള ആളുകളെ മതത്തിന്റെ നേരെ തിരിച്ചുവിടാൻ, ആത്മീയതക്കെതിരെ തിരിച്ചുവിടാൻ, കൗമാരത്തെയും യൗവനത്തെയും മതത്തിൽ നിന്ന്, ആത്മീയതയിൽ നിന്ന്, വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, വിശ്വാസങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുവാൻ ചില ആളുകൾ, പാർട്ടികൾ, സംഘടനകൾ ബോധപൂർവമായി പ്രവർത്തിക്കുകയാണ് നമ്മുടെ പരിസരങ്ങളിൽ, വിശിഷ്യ ക്യാമ്പസുകളിൽ. അവരുയർത്തിക്കൊണ്ടുവരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. നമ്മുടെ ക്യാമ്പസുകൾക്കകത്തുള്ള ആൺകുട്ടികൾ പറയും, പെൺകുട്ടികൾ പറയും, ഞങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടുകൂടെ ജനിച്ചു വീഴുന്നവരാണ്. ഞങ്ങളുടെ മേൽ ചങ്ങലക്കെട്ടുകൾ ഉണ്ടാകരുത്. അവനവന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് ജീവിക്കുന്നതിന് ഈ രാജ്യത്തെ നിയമങ്ങൾ തടസ്സമാകരുത്. ആണിനാണിനോടാണ് കമ്പമെങ്കിൽ ആണിനാണിനോടൊപ്പം ജീവിക്കാൻ, പെണ്ണിന് പെണ്ണിനോടാണ് ഇമ്പമെങ്കിൽ പെണ്ണിന് പെണ്ണിനോടൊപ്പം ജീവിക്കാൻ, ഏത് പ്രായത്തിൽ ആർക്ക് ആരോടാണോ ഇഷ്ടം തോന്നുന്നത് അവരോടൊപ്പം മുന്നോട്ട് പോകുവാൻ. ഇതിനൊന്നും നിയമങ്ങൾ തടസ്സമാകരുത്. അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതിന് മതം തടസ്സമാകരുത്. ഒരു മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ മതനിയമങ്ങൾ വന്ന് നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. മതങ്ങളും വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും അവരിലൂടെ പഠിപ്പിക്കപ്പെട്ട തത്വങ്ങളുമൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു അത്യാധുനികമായ കാലഘട്ടത്തിലാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, സാങ്കേതിക വിദ്യയുടെ, അതിനൂതനമായ വൈജ്ഞാനിക വിപ്ലവ പോരാട്ടങ്ങളുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൂല്യങ്ങളല്ല നമ്മളെ സ്വാധീനിക്കേണ്ടത്. ഇതൊക്കെ പറയുമ്പോ തരിപ്പ് കയറുന്ന, ഇതൊക്കെ കേൾക്കുമ്പോ ശരീരത്തിലെ രോമങ്ങൾ മുഴുവൻ ആവേശത്തോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പ്രായമുണ്ട്. അതിനാണ് നമ്മൾ കൗമാരം എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ യൗവനം എന്ന് പറയുന്നത്.
ശരീരത്തിന്റെ കേവലമായ താല്പര്യങ്ങൾക്കപ്പുറം മനുഷ്യൻ എന്താണ്, മനുഷ്യന്റെ ജീവിതം എന്താണ്, മനുഷ്യന്റെ ജനനം എന്താണ്, മനുഷ്യന്റെ മരണം എന്താണ്, മനുഷ്യന്റെ മാതാവാരാണ്, മനുഷ്യന്റെ പിതാവാരാണ്, മനുഷ്യന്റെ കുടുംബം എന്താണ്, കുടുംബ ജീവിതം എന്തിനാണ്, ഭാര്യ എന്തിനാണ്, ഭർത്താവ് എന്തിനാണ്, മക്കൾ എന്തിനാണ് എന്നൊന്നും തിരിച്ചറിയാത്ത കൗമാര പ്രായത്തിലെ കുട്ടികളെ കൂട്ടുപിടിച്ച് മതത്തെ തകർത്ത് കളയാം, ആത്മീയതയെ ഈ ലോകത്ത് ഇല്ലാതാക്കാം, വിശ്വാസത്തെ വേരോടുകൂടെ പിഴുതെറുത്ത് കളയാം എന്നൊക്കെ കരുതുന്ന ആളുകൾ അവരുണ്ടാക്കി കൊടുത്ത ചെറുപ്പത്തിന്, അവർ ഉണ്ടാക്കി കൊടുത്ത കൗമാരത്തിന്, അവർ ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ലോഗനാണ് എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യമാണ് എന്ന സ്ലോഗൻ. എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കുമ്പോ അവർ പറയും എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യമാണ്. നിയമങ്ങൾ ഉണ്ടാകരുത്, നിയന്ത്രണങ്ങൾ ഉണ്ടാകരുത്. നിയമങ്ങളില്ലാത്ത, നിയന്ത്രണങ്ങളില്ലാത്ത, സ്വാതന്ത്ര്യത്തോടുകൂടെ, പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടുകൂടെയുള്ള ഒരു ജീവിതം സ്വപ്നം കാണുന്നവർ രാത്രി 10 മണി കഴിയുമ്പോ അങ്ങാടിയിൽ ഇറങ്ങുന്നതിന് അവസരം വേണമെന്നും സ്വാതന്ത്ര്യം വേണമെന്നും പറഞ്ഞുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പെൺകുട്ടികൾ അവരുടെ അധ്യാപകരുടെ മുമ്പിൽ ചെന്നു. പെൺകുട്ടികൾക്ക് 10 മണി വരെ സമയമുള്ളൂ, അത് പോരാ. ആൺകുട്ടികളെ പോലെ അങ്ങാടികളിൽ, കവലകളിൽ ഏത് സമയത്തും വരാനും പോകാനും ഞങ്ങൾക്കും അനുവാദം ഉണ്ടാകണം. ഞങ്ങളും മനുഷ്യരാണ്. ആണിന് അവകാശങ്ങൾ ഉള്ളതുപോലെ പെണ്ണിനും അവകാശം വേണം എന്നൊക്കെ വാദിക്കുമ്പോ, അതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോ, അത് നമ്മൾ കേൾക്കുമ്പോ വലിയ തരിപ്പുണ്ടാകുന്നുണ്ട്, വലിയ തോതിലുള്ള ആവേശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും ഒക്കെ. പക്ഷെ വസ്തുതകൾ എന്താണ്, യാഥാർത്ഥ്യങ്ങൾ എന്താണ്? മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ സാധ്യതകളെയും ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ച ഒരു പാശ്ചാത്യ സംസ്കാരം നമ്മുടെ മുമ്പിൽ ഉണ്ട്. മതത്തെ പാട വലിച്ചെറിഞ്ഞ ആത്മീയത വേണ്ടെന്ന് വെച്ച എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യമാണെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിച്ച ഒരു ജനതയുടെ, പാശ്ചാത്യ ജനതയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ട്. അവരെന്താണ് ആയിത്തീർന്നത്, അവരെവിടേക്കാണ് എത്തിച്ചേർന്നത്, ഈ പറയുന്ന സ്വാതന്ത്ര്യം കൊണ്ട് അവർക്ക് എന്ത് നേട്ടങ്ങളാണ് ഉണ്ടായത് എന്നതിന്റെ കൃത്യമായ തെളിവുകളുണ്ട് മാനവലോകത്ത്, മനുഷ്യന്റെ മുമ്പിൽ. അവനവന്റെ അനുഭവങ്ങളിൽ വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ പരിസരങ്ങളിലെ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. മതം മനുഷ്യനോട് മൂല്യങ്ങൾ പറയുന്നത് മനുഷ്യന്റെ മാനവികതയെ തേച്ചു മിനുക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യത്വം എന്ന് നമ്മളൊക്കെ പറയുന്ന സംസ്കാരത്തെ കഴുകി വൃത്തിയാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ തെളിമയും അതിന്റെ ശോഭയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മതം മനുഷ്യനോട് നിയമങ്ങളെ പറ്റി പറയുന്നത്. മതം മനുഷ്യനോട് നൽകുന്ന കൽപ്പനകളെയോ വിരോധങ്ങളെയോ സത്യസന്ധമായി മുൻധാരണകളൊന്നുമില്ലാതെ പഠിക്കുന്നവർക്കും പരിശോധിക്കുന്നവർക്കും അതിൽ അബദ്ധങ്ങളൊന്നും കാണാൻ കഴിയില്ല. പറഞ്ഞത് മതത്തിന്റെ ഗ്രന്ഥത്തിലായിപ്പോയി എന്ന കാരണം കൊണ്ട്, പഠിപ്പിച്ചത് മതത്തിന്റെ പ്രവാചകന്മാരാണ് എന്നൊരു കാരണം കൊണ്ട് ആത്മീയതയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളെയും പാടെ തള്ളിക്കളയാം എന്ന് കരുതിയാണ് ഈ രൂപത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നാം ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ മതത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ആത്മീയതയും മതവും അപകടകരമാണ് എന്ന് വരുത്തി തീർക്കുന്നവർക്കുള്ള തെളിവുകളായി മതത്തെ കൊണ്ടു നടക്കുന്നവർ, മതത്തെ വിശ്വസിക്കുന്നവർ ആയി മാറിക്കൂടാ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ ക്യാമ്പയിൻ ഉണ്ടാകുന്നത്. മതം തന്നെ എനിക്ക് വേണ്ട, ആത്മീയത ആവശ്യമില്ല, ഞാൻ സ്വതന്ത്ര മനുഷ്യനായി ജീവിക്കുന്നു എന്നാഗ്രഹിക്കുന്നവർക്കുള്ള പ്രചോദനങ്ങളായി മതവിശ്വാസികൾ മാറിക്കൂടാ. മതമെന്ന് നാം പറയുന്നത് കേവലമായ അക്ഷരങ്ങളെ കുറിച്ചല്ല. അടച്ചു വെച്ചൊരു വേദഗ്രന്ഥം
ഒരിക്കലും തുറക്കാതെ പൂട്ടിവെച്ചൊരു വേദഗ്രന്ഥം നമുക്കിടയിൽ ഒരു സ്വാധീനവും ചെലുത്തുകയില്ല. അടച്ചുവെച്ച വേദഗ്രന്ഥത്തെ കുറിച്ച് മണിക്കൂറുകൾ നീണ്ട ഗിരിപ്രഭാഷണങ്ങൾ കണ്ണൂരിലും കോഴിക്കോടും വയനാടും പാലക്കാടും എറണാകുളത്തും മലപ്പുറത്തും മുഴുവൻ നടന്ന് നമ്മൾ നിർവഹിച്ചാലും അത് ഈ ലോകത്ത് മനുഷ്യർക്കിടയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കുകയില്ല. അടച്ചുപിടിച്ച വേദഗ്രന്ഥം കൊണ്ടല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു വെച്ച വേദഗ്രന്ഥം കൊണ്ടാണ് ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നത് വരെ ഏതാണ് നിങ്ങളുടെ ഗ്രന്ഥമെന്ന് ചോദിക്കുമ്പോൾ എടുത്തുയർത്തിപ്പിടിക്കാൻ ഒരു മുസ്ഹഫ് മുസ്ലിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ അറിയണം. ഏതാണ് നിങ്ങളുടെ ഗ്രന്ഥമെന്ന് ചോദിക്കുമ്പോ 1000 മുസ്ഹഫുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ഖുർആനിന്റെ കോപ്പികൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വേദഗ്രന്ഥം ഏതെന്ന് ചോദിക്കുമ്പോൾ ഉയർത്തിപ്പിടിക്കാൻ കണ്ണൂർ അങ്ങാടിയിൽ 1000 ഖുർആൻ വേണമെന്ന് പറഞ്ഞാൽ സെക്കൻഡുകളെ കൊണ്ട് അത് ഇവിടെ എത്തിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാവരുടെ കയ്യിലും അതിന്റെ കോപ്പികളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 4ഉം 5ഉം 10ഉം കോപ്പികൾ ആൾക്ക് വീതം ഖുർആനിന്റെ കോപ്പികളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുമ്പോ നിങ്ങളുടെ വേദഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉയർത്തിപ്പിടിക്കാൻ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നില്ല. മക്കയിലോ മദീനയിലോ വേദഗ്രന്ഥം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ നേരെ. നിങ്ങളുടെ വേദഗ്രന്ഥം എന്താണ് എന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ചൂണ്ടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നു ഖത്താബിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും റളിയല്ലാഹു അൻഹും അവരുടെ നേരെ ചൂണ്ടും. അവരാണ്, അവരുടെ കർമ്മങ്ങളാണ്, അവരുടെ വിശ്വാസങ്ങളാണ്, അവരുടെ പ്രവർത്തനങ്ങളാണ്, അവരുടെ നോട്ടങ്ങളാണ്, അവരുടെ സംസാരങ്ങളാണ്, അവരുടെ ചെയ്തികളാണ്, അവരുടെ സമീപനങ്ങളാണ്, അവരുടെ വിമർശനങ്ങളാണ്, അവരുടെ പ്രതികരണങ്ങളാണ്, അവരുടെ കുടുംബങ്ങളാണ്, അവരുടെ ഇടപാടുകളാണ് വേദഗ്രന്ഥം എന്ന രീതിയിൽ പ്രവാചകനും അനുയായികളും വിശദീകരിക്കും. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെയൊക്കെ കയ്യിൽ ഖുർആനിന്റെ കോപ്പികളുണ്ട്. ആ ഖുർആനിന്റെ കോപ്പിക്കകത്ത് നമുക്ക് പഠിപ്പിക്കപ്പെട്ട മൂല്യങ്ങൾ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്, ജീവിതം കൊണ്ട് നമ്മൾ അത് ഏറ്റെടുക്കുമ്പോഴാണ്, പരിശുദ്ധ ഖുർആൻ പറയുന്ന മൂല്യങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് നമുക്ക് ഈ സമൂഹത്തെ സ്വാധീനിക്കാനാവുക. എന്താണ് ഇസ്ലാമിക സമൂഹം എന്ന് ചോദിക്കുമ്പോ, മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം എന്ന് ചോദിക്കുമ്പോ, ആരാണ് ഇവരുടെ പ്രവാചകൻ എന്ന് ചോദിക്കുമ്പോ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പുസ്തകങ്ങളല്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ ചോദ്യങ്ങളുടെ ഉത്തരം ഏതെങ്കിലും ഒരാൾക്ക് യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുത്ത് ഇതാണ് താങ്കളുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുകയല്ല വേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചോദ്യം മതത്തിന്റെ നേരെ വരുമ്പോ എന്താണ് താങ്കളുടെ വിശ്വാസം എന്ന് ചോദിക്കുമ്പോ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ, ഇയാളാണ്, ഇദ്ദേഹമാണ്, ഈ മനുഷ്യനാണ് ഇസ്ലാമിനെ പ്രതിദാനം ചെയ്യുന്നത്. നിങ്ങൾ അദ്ദേഹത്തെ നോക്ക്, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ, അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തെ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ചെലവഴിക്കലുകളെ, അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ മക്കളെ, സാമൂഹ്യ ബന്ധങ്ങളെ, ഇടപെടലുകളെ, അനുയായികളോടുള്ള ബന്ധത്തെ, അയൽവാസികളോടുള്ള ബന്ധത്തെ, ആ മനുഷ്യന്റെ നാട്ടുകാരുമായുള്ള ബന്ധത്തെ, അയാളുടെ പൊതുജീവിതത്തെ, അയാളുടെ സഹോദരങ്ങളോടുള്ള ബന്ധത്തെ, അയാളുടെ അനുയായികളോടുള്ള ബന്ധത്തെ, അയാളുടെ ശത്രുക്കളോടുള്ള ബന്ധത്തെ നിങ്ങൾ പരിശോധിക്ക്. അതാണ് മതം എന്ന് പറയാം. അവിടെയാണ് ഇസ്ലാം ഞങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് പറയാം. അതിനാണ് നമ്മൾ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മൂല്യങ്ങൾ വർത്തമാനം പറയാനുള്ളതല്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക്, സ്വകാര്യ ജീവിതത്തിലേക്ക് മൂല്യങ്ങൾ കടന്നു വരണം. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ്. ആരൊക്കെ കല്ലെറിയുമ്പോഴും, ആരൊക്കെ ആയുധങ്ങൾ എടുത്ത് കടന്നു വരുമ്പോഴും, ആരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തെ വികൃതവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു വലിയ പ്രവാചകൻ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. വായിക്കുന്നവരുടെ, അറിയുന്നവരുടെ, കേൾക്കുന്നവരുടെ, ചിന്തിക്കുന്നവരുടെ, പഠിക്കുന്നവരുടെ, അടുക്കുന്നവരുടെ
മുഴുവൻ മനസ്സുകൾക്കകത്ത് 1400 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട് സ്വാധീനം ചെലുത്തുക. ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായാൽ അയാളുടെ മക്കളിൽ മാത്രമല്ല സ്വാധീനം ഉണ്ടാവുക, അയാളുടെ അയൽപക്കത്ത് മാത്രമല്ല അതിന്റെ സ്വാധീനം ഉണ്ടാവുക, അയാളുടെ ജീവിതകാലത്ത് മാത്രമല്ല അതിന്റെ സ്വാധീനം ഉണ്ടാവുക. അയാളുടെ സ്വഭാവം കൊണ്ട് നന്നായാൽ അയാൾ മരണപ്പെട്ട് 10 കൊല്ലം കഴിയുന്നത് വരെ അല്ല ആ സ്വാധീനം നിലനിൽക്കുക. ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉണ്ടായാൽ, സംസ്കാരങ്ങൾ ഉണ്ടായാൽ, സൽസ്വഭാവങ്ങൾ ഉണ്ടായാൽ, ആ സൽസ്വഭാവങ്ങളുടെ, സംസ്കാരങ്ങളുടെ, മൂല്യങ്ങളുടെ സ്വാധീനം തലമുറകൾ കടന്ന് തലമുറകളിലൂടെ സഞ്ചരിച്ച് നൂറ്റാണ്ടുകൾ അതിജീവിച്ച് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യരിലൂടെ ഒഴുകി വന്ന് നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സുകൾക്കകത്ത് കയറി വിപ്ലവങ്ങൾ ഉണ്ടാക്കി, മാറ്റങ്ങൾ ഉണ്ടാക്കി, പരിവർത്തനങ്ങൾ ഉണ്ടാക്കി പുതിയ മനുഷ്യരെ പടക്കുന്നതിന് ഒരൊറ്റ മനുഷ്യന്റെ ജീവിതത്തിലെ ശ്രേഷ്ഠതയും സംസ്കാരവും മൂല്യങ്ങളും ഒക്കെ സഹായകമാകുമെന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുന്നു ലോകത്തിന്റെ മുമ്പിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകനെ മലയാളി അറിയണം, അള്ളാഹുവിന്റെ പ്രവാചകനെ മുഴുവൻ മലയാളികൾ പഠിക്കണം. അതിന് അള്ളാഹുവിന്റെ പ്രവാചകനെ ഞാനും നിങ്ങളും പ്രതിനിധാനം ചെയ്യണം. നിങ്ങൾക്കറിയുമോ, 1400 കൊല്ലം മുമ്പ് ലോകത്ത് ജീവിച്ച മുഹമ്മദ് നബിക്കല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് ലോകത്തെവിടെയെങ്കിലും ശത്രുക്കൾ ഉള്ളതായി നിങ്ങൾക്കറിയുമോ? ഒരു 500 കൊല്ലം മുമ്പ് ജീവിച്ച ആരെങ്കിലും ഒരാളോട് കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും ഒരാൾക്ക് ഒരു ശത്രുത ഉള്ളത് നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടോ? ഒരു 500 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളോട് മലയാളിയായ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ, അയാൾ മുസ്ലിമോ, ഹിന്ദുവോ, ക്രിസ്ത്യാനിയോ, കമ്മ്യൂണിസ്റ്റോ, നിരീശ്വരവാദിയോ, നിർമ്മതവാദിയോ, ഭൗതികവാദിയോ, യുക്തിവാദിയോ ആരോ ആകട്ടെ, 500 കൊല്ലം മുമ്പ് ജീവിച്ച മുഹമ്മദ് നബി അല്ലാത്ത കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് ശത്രുതയുള്ള ഒരാളുടെ പേര് പറയുമോ? അതെന്ത്? മുഹമ്മദ് നബിയോട് 1400 കൊല്ലം കഴിയുമ്പോഴും ഇവിടെ കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് വിരോധമുണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? ഒരു ഭൗതികവാദിയുടെ, നിരീശ്വരവാദിയുടെ, യുക്തിവാദിയുടെ പേനയെടുത്ത് കടലാസിൽ എഴുതുമ്പോ 6-ാം നൂറ്റാണ്ടിലെ പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാധീനം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ എഴുത്തു തുടങ്ങുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോ 6-ാം നൂറ്റാണ്ടിനോട് വിരോധം തോന്നുന്നത്? 6-ാം നൂറ്റാണ്ടിന്റെ ഇപ്പുറം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിനിടക്ക് ലോകത്ത് ജീവിച്ചവരൊക്കെ പരമ പരിശുദ്ധരായിരുന്നുവോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എല്ലാ മലയാളിയോടും പറയണമെന്ന് വിനീതമായി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയും. കേരളത്തിലെ ഒരു യുക്തിവാദിയെ കാണുമ്പോ നിങ്ങൾ ആ യുക്തിവാദിയോട് പറയേണ്ടുന്ന ഒന്നാമത്തെ വാക്കെന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വാക്കേ നിങ്ങൾക്ക് ഒരു യുക്തിവാദിയോട് പറയാൻ അവസരം കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന യുക്തിവാദിയോട് ആദ്യമായും അവസാനമായും പറയേണ്ടുന്ന ഒരു വാക്ക്, നീ മുഹമ്മദ് നബിയെ വായിക്കണം എന്നാണ്. ഒരു ഇസ്ലാം വിമർശകനെ നമ്മൾ കണ്ടുമുട്ടുമ്പോ ആദ്യമായും അവസാനമായും ഒരു പദമേ അയാളോട് പറയാൻ നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ അയാളോട് ഒരു പദമേ നിങ്ങൾ പറയേണ്ടതുള്ളൂ. താങ്കളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ എപ്പോഴെങ്കിലും ഒന്ന് മുഹമ്മദ് നബിയെ വായിക്കണം എന്ന് പറയണം. എല്ലാ മലയാളിയോടും പറയണം, തിരക്ക് പിടിച്ച ജീവിതകാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തവണ ഒരു മലയാള പുസ്തകത്തിൽ നിന്ന്, ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്ന്, മുഹമ്മദ് നബിയെ കുറിച്ച് ജൂതൻ എഴുതിയ പുസ്തകത്തിൽ നിന്ന്, മുഹമ്മദ് നബിയെ കുറിച്ച് ക്രൈസ്തവ മിഷണറിമാർ എഴുതിയ പുസ്തകത്തിൽ നിന്ന്, മുഹമ്മദ് നബിയെ കുറിച്ച് ചരിത്രകാരന്മാർ രചിച്ചു വെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന്, മുസ്ലിം പണ്ഡിതന്മാരുടെ രചനകളിൽ നിന്ന് ഒരു തവണ ജീവിതത്തിൽ, താങ്കളുടെ വിലപ്പെട്ട തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരൊറ്റ തവണ മുഹമ്മദ് നബിയെ താങ്കളൊന്ന് വായിക്കണം എന്ന് പറയണം നമ്മൾ ജനങ്ങളോട്. മുഹമ്മദ് നബിയെ ആളുകൾ അങ്ങനെ വായിക്കാൻ തയ്യാറാകുമ്പോ അവരൊരു അധ്യായത്തിന്റെ മുമ്പിലെത്തും. ആ അധ്യായം അവർ വായിക്കുമ്പോ അതിനൊരു കഥയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോടൊപ്പം ഇരിക്കുന്നു. തന്റെ അനുചരന്മാരോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോ അവിടേക്ക് ഒരാൾ കടന്നു വരുന്നു.
അവിടേക്ക് വന്ന മനുഷ്യന്റെ പേര് ഹുസൈൻ എന്നാണ്. ഹുസൈൻ മക്കയിലെ മുഹമ്മദ് നബിയുടെ, തന്റെ നാട്ടിലെ മുഹമ്മദ് നബിയുടെ ശത്രുക്കളുടെ പ്രതിനിധിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് അദ്ദേഹം കയറി വരുമ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ആ വരുന്ന മനുഷ്യന് അദ്ദേഹത്തിന് ഇരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്ന്. അയാൾ കയറി വന്നു, ഹുസൈൻ കയറി വന്ന് അദ്ദേഹത്തിന് ഇരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം 4 ചോദ്യങ്ങൾ ചോദിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിൽ വന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 4 ചോദ്യങ്ങൾ ചോദിച്ചു ഹുസൈൻ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ധാരാളമായി സംസാരിച്ചു ഹുസൈൻ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചു ഹുസൈൻ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് താങ്കളാണ് ഈ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന സാഹചര്യം ഈ നാട്ടിൽ വളർത്തിയെടുക്കുകയും ചെയ്യുന്നത് താങ്കളാണ് എന്ന് പറഞ്ഞു ഹുസൈൻ. മക്കളും ബാപ്പമാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് താങ്കളെ കാരണമാണ്. മക്കയിലെ കുടുംബങ്ങൾ തമ്മിൽ പിരിയുന്നതിന്റെ കാരണക്കാരൻ താങ്കളാണ്. അവരുടെ അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ ചുരുക്കം അതായിരുന്നു, താങ്കൾ ഞങ്ങളുടെ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. ഞങ്ങൾക്കിടയിൽ താങ്കൾ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്നു, അനൈക്യമുണ്ടാക്കുന്നു, ഞങ്ങളെ പരസ്പരം ശത്രുക്കളാക്കുന്നു. ഹുസൈന്റെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാ വർത്തമാനങ്ങളും കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ശത്രുവിന്റെ, എതിരാളിയുടെ, വിമർശകന്റെ, ചോദിക്കാൻ വന്നയാളുടെ സംസാരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും പ്രവാചകൻ ഒരു മറുപടിയും പറഞ്ഞില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ശാന്തമായി അദ്ദേഹത്തോട് സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികെ 4 ചോദ്യങ്ങൾ ചോദിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹുസൈനോട് ചോദിച്ച 4 ചോദ്യങ്ങൾ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹുസൈനോട് ചോദിച്ച 4 ചോദ്യങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ച 4 ചോദ്യങ്ങൾ ഏത് കാലത്തും ലോകത്തെ മുഴുവൻ മനുഷ്യരോടും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഒന്നാമത്തെ ചോദ്യം, താങ്കൾ എന്നോട് സംസാരിക്കുമ്പോ ഞാൻ താങ്കളുടെ ദൈവങ്ങളെ ചീത്ത പറയുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. താങ്കൾ ബഹുവചനമാണ് പ്രയോഗിച്ചത്, ദൈവങ്ങൾ എന്നാണ് പറഞ്ഞത്. യാ ഹുസൈൻ, താങ്കൾക്ക് എത്ര ദൈവങ്ങളുണ്ട്? താങ്കൾ എത്ര ദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്? ആ മനുഷ്യൻ സത്യസന്ധമായി അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, മുഹമ്മദേ, എനിക്ക് ഭൂമിയിൽ തന്നെ 7 ദൈവങ്ങളുണ്ട്. ഒരു ദൈവം, നമ്മളൊക്കെ പറയുന്ന ഒരു ദൈവം, ഉപരിലോകത്തുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ 2ാമത്തെ ചോദ്യം, യാ ഹുസൈൻ, താങ്കൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങൾക്കും ഒക്കെ വരുമ്പോ ഇത്രയും ദൈവങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ ഈ ദൈവങ്ങളിൽ ആരുടെ നേരെയാണ് താങ്കൾ കൈകൾ ഉയർത്തുക? അപ്പൊ ഹുസൈൻ പറഞ്ഞു, എന്താണ് മുഹമ്മദ് താങ്കൾക്ക് സംശയം ഉണ്ടാകുന്നത് ഉപരിലോകത്തുള്ളവനോട്? സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴോ, കടബാധ്യത വരുമ്പോഴോ, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നുകൊണ്ട് താങ്കൾ ജീവിതം വലിയ പ്രതിസന്ധി നേരിടുമ്പോ അങ്ങനെ വന്നാൽ ഹുസൈൻ പറഞ്ഞു, ഉപരിലോകത്തുള്ളവനോട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4ാമത്തെ ചോദ്യം, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യാതനകളും വേദനകളും രോഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോ രക്ഷിക്കണേ, സഹായിക്കണേ എന്ന് പറഞ്ഞു വിളിക്കാൻ, കൈകൾ ഉയർത്താൻ പ്രപഞ്ചത്തിന്റെ ദൈവമായ ഒരു രക്ഷിതാവിന്റെ നേരെയാണ് ഹുസൈൻ താങ്കൾ കൈകൾ ഉയർത്താറുള്ളതെങ്കിൽ പിന്നെ എന്തിനാണ് ഭൂമിയിൽ വേറെ 7 ദൈവങ്ങൾ? അവരുടെ ദൗത്യം എന്താണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഹുസൈൻ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു.
പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈകളും മുറുകെ പിടിച്ചു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുസൈൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദേ താങ്കൾ ദൈവത്തിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാനിവിടെ പറഞ്ഞത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയോട് തന്റെ ശത്രുവിനോട് വിമർശിക്കാൻ വരുന്ന ഒരാളോട്, തന്നെ ചോദ്യം ചെയ്യാൻ വന്ന ഒരാളോട്, ഈ രാജ്യത്തെ കുഴപ്പങ്ങളൊക്കെ താനാണ് ഉണ്ടാക്കുന്നത് എന്ന് ആക്ഷേപിക്കാൻ വന്നൊരു മനുഷ്യനോട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കുമ്പോൾ വളരെ പക്വതയോടുകൂടെയാണ് പ്രതികരിച്ചത്. ആ പ്രവാചകനെ മലയാളി വായിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകനെ ആളുകൾ വായിക്കുമ്പോ, ആളുകൾ വീണ്ടും പേജുകൾ മറിച്ചു വരുമ്പോ മറ്റൊരു സംഭവത്തിന്റെ മുമ്പിൽ ചെല്ലും. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബിയെ, എന്റെ നാട്ടുകാരൊക്കെ വലിയ പ്രയാസത്തിലാണ്, വലിയ കഷ്ടപ്പാടുകളുണ്ട്. എന്റെ നാട്ടുകാർക്ക്, ഈ പ്രയാസമുള്ള ആളുകൾക്ക് താങ്കൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാമ്പത്തിക സഹായം ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ നാട്ടുകാരെയോ ക്ഷാമവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ പ്രദേശത്തെ മനുഷ്യരെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ കൈകളിൽ ഒന്നുമില്ല. ഈ രംഗം കണ്ടുകൊണ്ട് ജൂതനായ സെയ്ദ് ഇബ്നു സഅന അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ പണമുണ്ട്, ഞാനത് താങ്കൾക്ക് തന്നെ സഹായിക്കാം. പക്ഷേ അടുത്ത സീസൺ വരുമ്പോ ഈത്തപ്പഴം തന്നെ എന്നെ കടം വീട്ടണം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു. ആ സഹായം വാങ്ങി ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്ത് താങ്കളുടെ നാട്ടിലെ ജനങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടു. ഈ കടബാധ്യത, ജൂതനോടുള്ള കടബാധ്യത നിലനിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീ ഖബർസ്ഥാനിൽ ഒരു ജനാസയുടെ കൂടെ പോയി തിരിച്ചു വരുമ്പോ, ജനാസ മറമാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അല്പസമയം ഒരു മതിലിൽ ചാരിയിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉമർ ഇബ്നു ഖത്താബ് ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് ഉണ്ട് റളിയല്ലാഹു അൻഹുമ, പ്രമുഖരായ മറ്റ് സ്വഹാബികളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് ഈ മനുഷ്യൻ സെയ്ദ് ഇബ്നു സഅന കടന്നു വന്നു. 4-5 ദിവസം കരാർ അനുസരിച്ച് കടം വീട്ടുന്നതിൽ ബാക്കിയുണ്ട്. പക്ഷേ സെയ്ദ് ഇബ്നു സഅന വന്നിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തട്ടവും കുപ്പായവും ചേർത്ത് പിടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ കുലുക്കിയിട്ട്, മുഹമ്മദെ, കടം വാങ്ങിയത് തിരിച്ചു തരേണ്ടുന്ന സമയമായി, അതെന്തുകൊണ്ടാണ് നൽകാത്തത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അള്ളാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ സംസാരിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന്റെ നേരെ, ഈ ജൂതന്റെ നേരെ, സെയ്ദ് ഇബ്നു സഅനയുടെ നേരെ തിരിഞ്ഞുകൊണ്ട്, ഞാൻ പരലോകത്തെ ഭയപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ ആയുധത്തിന്റെ മുന്നിൽ കടന്നുകൊണ്ട് താൻ പടഞ്ഞു വീടുമായിരുന്നു. അള്ളാഹുവിന്റെ ദൂതന്റെ ശരീരത്തിൽ കയറി പിടിച്ചതിന് ഉമർ താങ്കളെ ശിക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു. ആ സമയത്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഉമറെ, ഇന്നാ കുന്നാ അഹ്വജു ഇലാ ഗൈരി ഹാദാ മിൻക യാ ഉമർ. ഞാനോ സെയ്ദ് ഇബ്നു ഉയൈനയോ താങ്കളുടെ ദേഷ്യത്തിന് ആവശ്യക്കാരെയല്ല. ഉമറിന്റെ കോപം മുഹമ്മദിന് വേണ്ട, സെയ്ദ് ഇബ്നു സഅനക്കും ഉമറിന്റെ കോപം ആവശ്യമില്ല. ഞാൻ പ്രതീക്ഷിച്ചത് തീർച്ചയായും ഏറ്റവും നല്ല രൂപത്തിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് കടം കൊടുത്തു കൂട്ടണം എന്ന് താങ്കൾ എന്നോട് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് വളരെ ഭംഗിയായി തരുമ്പോ സ്വീകരിച്ച് നല്ല ബന്ധം നിലനിർത്തണമെന്ന് സെയ്ദ് ഇബ്നു സഅനയോട് താങ്കൾ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന് പകരമാണ് താങ്കൾ അദ്ദേഹത്തോട് കോപിച്ചത്. അതുകൊണ്ട് ഇത് സെയ്ദ് ഇബ്നു സഅനയെ കൂട്ടി താങ്കൾ പോകണം. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കടം വാങ്ങി അദ്ദേഹത്തിന്റെ ഹക്ക് അദ്ദേഹത്തിന് കൊടുത്തുകൂട്ടണം. താങ്കൾ അതിന് നേതൃത്വം കൊടുക്കണം. താങ്കൾ ഇപ്പോൾ അദ്ദേഹത്തിന് കോപിച്ചില്ല, അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടില്ലേ? അതിന് പകരമായി ഒരു 20 സ്വാ
അദ്ദേഹത്തിന് അധികം കൊടുക്കണം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടു. സെയ്ദ് ബിൻ സഅദ് പറയാണ്, ഫദഹബ ബി ഉമർ, ഉമർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, ഫഖളാനി ഹഖി, എനിക്ക് തരാനുള്ള കടബാധ്യതയായി തരാനുള്ളത് എനിക്ക് തന്നുപോയി, വസ്ദിനി 20 സ്വാഅൻ മിൻ തംറി, 20 സ്വാഅ കാരക്ക എനിക്ക് അധികമായി തരികയും ചെയ്തു. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളുമാണ്. ഈ പ്രവാചകനെ മലയാളി വായിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഈ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മലയാളി പഠിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. മലയാളിയെ ഈ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ നിർവഹിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ വീണ്ടും വീണ്ടും റസൂലുള്ളാഹിനെ വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ ആദരിക്കുന്നവരുടെ, ബഹുമാനിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്യുക. അള്ളാഹുവിന്റെ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണ് ചെയ്യുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചം നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളിലേക്ക് പ്രസരിക്കേണ്ടത് പുസ്തകങ്ങളിൽ നിന്നല്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നത്, മഹാഭൂരിപക്ഷം ആളുകളിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണ്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ എന്താണ്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ആശയം എന്താണ്, ആദർശം എന്താണ് എന്നൊക്കെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തേണ്ടത് ഈ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ കൃത്യമായി പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു മനുഷ്യൻ, ഒരാൾ അള്ളാഹുന്റെ പ്രവാചകന്റെ കൂടെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മകൻ, ആ മനുഷ്യന്റെ മകൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു വന്നു. കുട്ടി കയറി വന്നപ്പോ ആ മനുഷ്യൻ ആ കുട്ടിയെ പിടിച്ച് ചുമ്മ വെച്ചു. എന്നിട്ട് തന്റെ കുട്ടിയെ പിടിച്ച് അയാൾ തന്റെ മടിയിലിരുത്തി. മകൻ വന്നപ്പോ മകനെ ഉമ്മ വെച്ചു. എന്നിട്ട് മകനെ പിടിച്ച് ബാപ്പ മടിയിലിരുത്തി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരുന്നു കൊണ്ടാണ്. അത് കഴിയുമ്പോ അദ്ദേഹത്തിന്റെ തന്നെ മകൾ അങ്ങോട്ട് വന്നു, പെൺകുട്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. മകളെ പിടിച്ച് അദ്ദേഹം തന്റെ അരികിലിരുത്തി. മകൻ വന്നപ്പോ ചേർത്തു പിടിച്ചു, ഉമ്മ വെച്ചു, മടിയിലിരുത്തി. മകൾ വന്നപ്പോ അദ്ദേഹം തന്റെ വശത്ത് ഒരു ഭാഗത്ത് തന്നോട് ഇങ്ങനെ ചേർത്തി മകളെയും ഇരുത്തി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ശ്രദ്ധിച്ചത്. ആരുടെ എല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയത്. ബാപ്പയുടെ അടുത്തേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സ് വായിച്ച അള്ളാഹുവിന്റെ പ്രവാചകനെ മലയാളി അറിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, താങ്കളുടെ ഈ രണ്ട് മക്കളല്ലേ, താങ്കളുടെ മക്കളല്ലേ, ഈ രണ്ട് മക്കളോടും താങ്കൾ നീതി കാണിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൺകുട്ടി വന്നപ്പോ ഉമ്മ വെക്കാനും മടിയിലിരുത്താനും ശ്രദ്ധിച്ച താങ്കൾ എന്തുകൊണ്ടാണ് പെൺകുട്ടി വന്നപ്പോ, മകള് വന്നപ്പോ അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് ആ കുട്ടിയോട് കാണിച്ച അനീതിയല്ലേ എന്ന് വാപ്പയോട് ചോദിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുത്താത്ത, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ വിശുദ്ധമായ കയ്യിലെ ചൂണ്ടുവരല് ചൂണ്ടി ചോദ്യം ചെയ്യാത്ത ഒരു തിന്മയും ലോകത്തെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് പഠിപ്പിക്കാത്ത ഒരു നന്മയും ലോകത്തെവിടെയും നമ്മൾ ആരും കണ്ടുമുട്ടുകയില്ല. ആ പ്രവാചകനെ ജീവിതത്തിൽ പകർത്തുമ്പോ, അനുധാവനം ചെയ്യുമ്പോ, അള്ളാഹുവിന്റെ റസൂലിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരങ്ങളെ നാം നമ്മുടെ ജീവിതം കൊണ്ട് ഏറ്റെടുക്കുമ്പോ, അപ്പോഴാണ് ഒരു ശ്രേഷ്ഠമായ സമൂഹവും ഉത്കൃഷ്ടമായ മൂല്യങ്ങളുമുള്ള ഒരു ജനതയായി മാറുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.